അമീബിക് മസ്തിഷ്ക ജ്വരം ICMR പഠന സംഘം ഉടനെത്തും. കേന്ദ്ര സഹായം തേടി. സംസ്ഥാനത്ത് ഇതുവരെ 15 പേർക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം വീണ്ടും റിപ്പോർട്ട് ചെയ്യുന്നതിൽ സർക്കാർ ആശങ്കയിൽ. ഇതുവരെയുള്ള നിഗമനങ്ങളെല്ലാം പാളിയതോടെ കാരണങ്ങൾ കണ്ടെത്താൻ സംസ്ഥാനം ICMRന്റെ സഹായം തേടി. അവിടെ നിന്നുള്ള പഠന സംഘം ഉടൻ എത്തും. കേന്ദ്രത്തിൽ നിന്ന് മരുന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാനത്ത് 5 മുതൽ 15 വരെ വയസ്സുള്ള കുട്ടികൾക്ക് മാത്രമേ ആദ്യം രോഗം ബാധിച്ചിരുന്നുള്ളൂ. കുട്ടികളുടെ കർണപടത്തിലോ മൂക്കിനുള്ളിൽ മൂക്കിനെയും മസ്തിഷ്കത്തെയും വേർതിരിക്കുന്ന നേർത്ത പാളിയിലോ ഉള്ള സുഷിരം വഴി അമീബ തലച്ചോറിലെത്തും. 18 വയസ്സ് കഴിയുന്നതോടെ ഈ നേർത്ത പാളിക്ക് കനം കൂടുകയും സുഷിരം അടയുകയും ചെയ്യും. അതിനാൽ അമീബയ്ക്ക് തലച്ചോറിൽ പ്രവേശിക്കാൻ സാധിക്കില്ലെന്നാണ് ആരോഗ്യവകുപ്പ് വിശദീകരിച്ചിരുന്നത്. വെള്ളത്തിൽ കുളിക്കുന്ന കുട്ടികൾ ശ്രദ്ധിക്കണം എന്നായിരുന്നു മുന്നറിയിപ്പ്. നെയ്യാറ്റിൻകര കണ്ണറവിള സ്വദേശിയായ യുവാവ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചതോടെ ഈ ധാരണ തെറ്റി. യുവാക്കൾക്കും ഈ രോഗം വരാം. ശുചീകരിക്കാത്ത ജലാശയമാണ് രോഗത്തിന്റെ സ്രോതസ്സെന്ന നിഗമനം മാത്രമാണ് ശരിയെന്ന നിലപാടിലായിരുന്നു ഡോക്ടർമാർ. എന്നാൽ 3-ന് പേരൂർക്കട മണ്ണാമൂല സ്വദേശിയായ യുവാവിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഈ രോഗി പുഴയിലോ കുളത്തിലോ കുളിച്ചിട്ടില്ലെന്നാണ് ബന്ധുക്കൾ നൽകുന്ന വിവരം. ഇതോടെ കെട്ടിക്കിടക്കുന്ന മലിനജലത്തിൽ നിന്ന് മാത്രം രോഗം പകരുമെന്ന വിശ്വാസത്തിനും ഇളക്കം സംഭവിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്ത് ആദ്യമായി 2016 ആലപ്പുഴയിലാണ് അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്തത്. സംസ്ഥാനത്ത് ഇതിനകം 15 പേർക്ക് രോഗം ബാധിച്ചു. കണ്ണറവിളയിൽ മാത്രം 7 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇവർ കുളിച്ച കുളം ഉപയോഗിച്ച 33 പേർ നിരീക്ഷണത്തിലുമാണ്. കേരളത്തിൽ എന്തുകൊണ്ട് കൂടുതൽ കേസുകൾ ഉണ്ടാകുന്നുവെന്ന് പരിശോധിക്കുമെന്നും അതിനാണ് ICMRന്റെ സഹായം തേടിയതെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ഇതുകൂടാതെ എന്തുകൊണ്ട് കേരളത്തിൽ കൂടുതലായി നമ്മൾ ഈ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഒന്ന് പരിശോധിക്കപ്പെടണം എന്നുള്ളത് തീരുമാനിച്ചു. അപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഒരു മസ്തിഷ്ക ജ്വരം എൻകഫലൈറ്റിസ് ഉള്ളപ്പോൾ അതിന്റെ കാരണം എന്താണ് എന്നുള്ളത് കേരളം കണ്ടെത്തുന്നതിന് വേണ്ടി ശ്രമിക്കും. ഒന്ന്, വൈറൽ പാനൽ എല്ലാം ടെസ്റ്റ് ചെയ്യും. അത് നെഗറ്റീവ് ആണെങ്കിൽ പിന്നെ അടുത്ത പരിശോധന നടത്തും. അപ്പൊ അങ്ങനെയുള്ള അന്വേഷണത്തിലാണ് ഇത് അമീബയുമായി ബന്ധപ്പെട്ട് അമീബിക് മെനിഞ്ചോ എൻകഫലൈറ്റിസ് ആണെന്നുള്ളത് കണ്ടെത്തിയത്. ഇതുകൂടാതെ അഡീഷണൽ ചീഫ് സെക്രട്ടറി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു മീറ്റിംഗ് ഇത് സംബന്ധിച്ച് എടുത്തിരുന്നു. ചീഫ് സെക്രട്ടറിയും അഡീഷണൽ ചീഫ് സെക്രട്ടറിയും അതോടൊപ്പം തന്നെ ഞാനും ഒക്കെ പങ്കെടുത്തൊരു മീറ്റിംഗ് ആണ്. അഡീഷണൽ ചീഫ് സെക്രട്ടറി ICMRന് ഒരു കത്തയച്ചിരുന്നു. ICMRന് കത്തയച്ചതിന്റെ കാരണം ഇത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു പഠനം, ഗവേഷണം നടത്തണമെന്നുള്ളത് കേരളം തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ഈ മേഖലയിലെ വിദഗ്ധർ രാജ്യത്ത് തന്നെ വളരെ ചുരുക്കമാണ്. അപ്പൊ ICMRന് ഡോക്ടർ രാജൻ കൊബ്രാഗഡെ അദ്ദേഹം അയച്ച കത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു സയന്റിസ്റ്റിനെ, ഒരു ഡോക്ടർ അനൂപ്, അദ്ദേഹത്തെ ICMR നിശ്ചയിക്കുകയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു ടീം കേരളവുമായിട്ട് ഈ ഒരു പഠനം സംബന്ധിച്ചിട്ട് കോർഡിനേറ്റ് ചെയ്യുമെന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. ചികിത്സയിലുള്ളവർക്ക് മരുന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. പായൽ പിടിച്ചതും മൃഗങ്ങളെ കുളിപ്പിച്ചതുമായ കുളങ്ങളിൽ കുളിക്കരുത്. മൂക്കിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായവർ, തലയിൽ ക്ഷതമേറ്റവർ, തലയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായവർ എന്നിവർ പ്രത്യേകം ശ്രദ്ധിക്കണം. കുളത്തിലെ വെള്ളമോ നീരാവിയോ നേരിട്ട് മൂക്കിലേക്ക് വലിച്ചെടുക്കുന്ന ആളുകൾക്കും ഈ രോഗം വരാനുള്ള സാധ്യത കൂടുതലാണെന്നും മന്ത്രി പറഞ്ഞു.